ഞാനൊരു നടിയാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ആ ജോലി ചെയ്യാന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. ആ സിനിമ നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ നന്നായി അഭിനയിച്ചു അല്ല മോശമായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു കിട്ടേണ്ട ഫീഡ്ബാക്കാണ്. അതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിൽ ബന്ധമില്ല. ഞാൻ ആസ് എ വ്യക്തി ആരാണ്, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, ഏത് നിറമാണ് ഇഷ്ടം, ഇത് ഞാനായിട്ട് വോളണ്ടിയർ ചെയ്ത് അങ്ങോട്ടേക്ക് വ്യക്തിപരമായ ചോദ്യങ്ങളുടെ ഞാൻ പറയുന്നത് ഈവൻ കാൽപ്പനികമായിട്ട് എൻ്റെ ലൈഫിൽ എന്താണെന്നുള്ളത് വേറൊരു രീതിയിൽ പറയാം. ഞാനൊരു ആക്ടറാണ്. ഇപ്പം തന്നെ ആക്ടിവിസ്റ്റ് എന്നുള്ള സ്പേസിൽ ഞാൻ ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. സോ സംടൈംസ് പീപ്പിൾ തിങ്ക് ഞാൻ ചെയ്യുന്ന അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് പോലും ഞാനാണെന്ന്. മനസ്സിലായില്ലേ? സോ നൗ യു ആസ്ക് മീ മൈ റൊമാൻറ്റിക് ഐഡിയാസ് ആൻഡ് ഐ ഗിവ് യു ആൻ ആൻസർ. നെക്സ്റ്റ് ടൈം ഐ ഡു എ റൊമാൻറ്റിക് ഫിലിം ദേ വിൽ സേ പാർവതി തന്നെയാണെന്ന് തോന്നുന്നു. സോ ഹൗ ഐ നീഡ് ടു പ്രൊട്ടക്ട് മൈസെൽഫ് ആസ് ആൻ ആക്ടർ ഓൾസോ. ഈ ആദ്യകാലത്ത് ഇന്റർവ്യൂ കൊടുക്കാത്തതും ഒരു തരത്തിൽ അതുകൊണ്ടാണ്. ആദ്യകാലത്ത് ഇന്റർവ്യൂസിലൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അതും എൻ്റെ ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുകയോ അത് ഗോസിപ്പാണ് അവിടെ ബേസിക്കലി ആവുന്നത്. അതുകൊണ്ട് എന്ത് രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ യു ആൻഡ് മീ. പക്ഷേ ഹൗ ഐ ഡു എ ക്യാരക്ടർ, എനിക്ക് സിനിമ എന്താണ്, സിനിമയുടെ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഇവർക്ക് രാജ്യമേ ഇഷ്ടപ്പെട്ടു, ഇവർക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് രാജ്യമേ ഇഷ്ടപ്പെട്ടില്ല, ഇത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇതാണ് എൻ്റെ പ്രൈമറി ജോബ്. എനിത്തിങ് ബിയോണ്ട് ദാറ്റ് ഐ ഫിയേഴ്സ്ലി പ്രൊട്ടക്ട്. ബിക്കോസ് എൻ്റെ ഏറ്റവും അടുത്തുള്ള സർക്കിളിലുള്ള ആൾക്കാരോട് മാത്രം ഞാൻ ഷെയർ ചെയ്യാൻ, ബാക്കി എൻ്റെ ദേഹവും എൻ്റെ മുഖവും എൻ്റെ മുടിയും എല്ലാം നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണേ. എൻ്റെ മനസ്സും എൻ്റെ ഇൻ്റലക്റ്റും എൻ്റെ അഭിനയ കഴിവും എല്ലാം ഐ എം ഷെയറിങ് വിത്ത് ഓൾ ഓഫ് യു. അപ്പം എനിക്ക് എൻ്റേതായിട്ട് പ്രൈവറ്റ് ആയിട്ടും പേഴ്സണലായിട്ടും കീപ്പ് ചെയ്യേണ്ടത് നീഡ്സ് ടു ബി കെപ്റ്റ് ലൈക്ക് ദാറ്റ്. ആ സ്വപ്നങ്ങൾ അങ്ങനെ തന്നെ ആവട്ടെ. അതിനോടൊപ്പം തന്നെ ഈ പ്രൊഫഷനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രൊഫഷണലിസം എന്ന് നമ്മൾ സംസാരിച്ചിട്ട് സ്കിൽഡ് ലേബേഴ്സിനെ, അതായത് നമ്മൾ ഇപ്പോൾ ക്യാപ്റ്റൻ രാജു അഭിനയിക്കാൻ വരുന്നു, മോഹൻലാലിനെ അടിക്കുന്നു, ഇത് ശരിക്കും എന്തിനാണെന്ന് അറിഞ്ഞുകൂടാതെ ചെയ്യുന്ന ഒരു സ്കിൽഡ് ലേബർ പോലെയാണ്. ഒരാൾ കുഴിവെട്ടും പോലെ ഒരു പരിപാടിയാണ്, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാതെ ചെയ്യുന്നത്. പക്ഷേ കല എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയരത്തിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ടാണോ കല സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാദങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചിലരൊക്കെ സോഷ്യലിസ്റ്റുകളൊക്കെ പറയും ഇല്ല, ഇത് സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ചില ഐഡിയാസ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ശരിക്കും പ്രൊഫഷണലിസം, കല, ഇത്തരത്തിലുള്ള ഏരിയാസിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ബുദ്ധിജീവി ചിന്തകളിലൂടെയൊക്കെ പോകാറുണ്ടോ? സത്യം പറയാം രജനീഷ്, ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുകളും ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊരു പക്ഷേ ഞാൻ വേറെ പല കാര്യത്തിലും ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും. പ്രൊഫഷണലിസം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഹൗ ഞാൻ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്.